അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം പ്രകൃതി ദുരന്തം പഠിപ്പിക്കുന്ന 24ഓളം പാഠങ്ങൾ. 1. ഞാനെന്ന മനുഷ്യൻ്റെ ഭാവം നിമിഷനേരം കൊണ്ടില്ലാതാകുന്നു ഒന്ന് മാത്രമാണ്. 2. ദുരന്തം നേരിടുന്ന ഒരാൾക്ക് മറ്റൊരാൾക്ക് ധൈര്യം പകരാൻ കഴിയും. 3. പരസ്പര സ്നേഹത്തിനും സ്വാന്തനത്തിനും ദുരിതം വലിയ വില കൽപ്പിക്കുന്നു. 4. എത്ര ശക്തിയേറിയ വാതിലും ദുരന്ത സമയത്ത് അനുവാദമില്ലാതെ തുറക്കാം. 5. ഇതുവരെ അടുക്കള കാണാത്ത പുരുഷന്മാർക്ക് ജീവന് ഭീഷണി വരുന്ന തരത്തിൽ ഭക്ഷണം ലഭിക്കാതെ വരുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണം തയ്യാറാക്കാനും കുറ്റം പറയാതെ അത് കഴിക്കാനും കഴിയും. 6. വീടിനുള്ളിൽ കുട്ടികളെ പരിചരിച്ച് മാത്രം ശീലിച്ച വീട്ടമ്മമാർക്ക് ആവശ്യമെങ്കിൽ രക്ഷാപ്രവർത്തനത്തിൽ മുൻകൈയെടുക്കാനും മറ്റുള്ളവർക്ക് ഒരു കൈത്താങ്ങാകാനും കഴിയും. 7. പണസഞ്ചിയിൽ ഭദ്രമായി സൂക്ഷിച്ച പണം ദുരന്തം നേരിടുമ്പോൾ ആവശ്യക്കാരിലേക്ക് അനായാസം അത് എത്തുന്നു. 8. ദുരന്തത്തിന് മുന്നിൽ എല്ലാവർക്കും ഒരു മതമേ ഉള്ളൂ, മനുഷ്യൻ എന്ന മതം. ഹിന്ദു വിശ്വാസികൾ ക്രിസ്ത്യൻ പള്ളിയും ക്രിസ്തുമത വിശ്വാസികൾ സിഖ് ആരാധനാലയങ്ങളിലും പ്രാർത്ഥന നടത്തുന്നു. 9. അലസരായ യുവാക്കൾ പോലും പ്രതീക്ഷയുടെ ഊർജം ഉൾക്കൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ സജീവമാകുന്നു. 10. പണക്കാരെന്ന ഒരറ്റത്ത് നിന്നും പാവപ്പെട്ടവരെന്ന മറ്റേ അറ്റത്തേക്ക് വളരെ വേഗത്തിൽ സഹായം പ്രവഹിച്ചു. 11. സ്കൂൾ, കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശ്രയത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചു. 12. ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ടവരുടെ പക്കൽ നഷ്ടപ്പെടാത്ത ഒന്ന് മാത്രം അവശേഷിച്ചു, അത് പുഞ്ചിരിയായിരുന്നു. 13. ഒരിക്കൽ മൃഗങ്ങൾക്ക് നേരം കല്ലെറിഞ്ഞവർ തങ്ങൾക്കൊപ്പം ദുരന്തത്തിൽപ്പെട്ട സഹജീവികൾക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്തു. 14. ലോകത്തിന് വെല്ലുവിളിയെന്ന് മുദ്ര കുത്തപ്പെട്ട സോഷ്യൽ മീഡിയ ഒരു രാത്രി കൊണ്ട് ആയിരങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ശക്തിയുള്ള ആയുധമായി മാറി. 15. ദുരന്തകാലത്ത് കുറ്റകൃത്യങ്ങളും മോഷണവും നടക്കുന്നില്ല, തുറന്നിട്ട വാതിലുകൾക്കുള്ളിലെ വിലപ്പെട്ട വസ്തുക്കൾ മോഷണം പോകുന്നില്ല. 16. ആവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യപ്പെടുമ്പോഴോ താങ്ങാൻ ഒരിടം നൽകുമ്പോഴോ ആരും ജാതിയും മതവും ചോദിക്കുന്നില്ല. 17. ഏറ്റവും സാധാരണക്കാരനും ഏറെ അധികാരവും ശക്തിയുള്ള ഒരാളെ സഹായിക്കാനുള്ള അവസരം ദുരന്തം നൽകുന്നു. 18. ATM, ദുരിതാശ്വാസ ക്യാമ്പ്, സൂപ്പർമാർക്കറ്റ്, ബസ് സ്റ്റോപ്പ് എന്നിവിടങ്ങളിൽ ക്ഷമയോടെ ഏറെ നേരം ക്യൂ നിൽക്കാൻ ജനങ്ങളെ ദുരന്തം പഠിപ്പിക്കുന്നു. 19. സഹായം കൃത്യസമയത്ത് ലഭ്യമാകുന്നു. 20. സഹായവുമായി എത്തിയ ഒരാൾക്ക് പോലും തങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യാതെ ദുരന്ത പ്രദേശത്ത് നിന്ന് മടങ്ങുകയില്ല. 21. വ്യത്യാസങ്ങളെക്കാൾ എത്രയോ മഹത്തരമാണ് സാഹോദര്യം. 22. സ്കൂളിൽ പോകാതിരുന്ന കുട്ടികൾ ദുരന്തത്തെ അഭിമുഖീകരിച്ച് തങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു പാഠം പഠിച്ചു കഴിഞ്ഞു. 23. ഭരണസംവിധാനങ്ങളേറെ സമൂഹത്തിന് മഹത്തരമായ പലതും ചെയ്യാൻ കഴിയും. അവസാനമായി എനിക്ക് പറയാനുള്ളത്, രാഷ്ട്രീയ പ്രവർത്തകർ ഒരിക്കലും മാറുന്നില്ല എന്ന് മാത്രം. ഇതാണ് പ്രകൃതി ദുരന്തം പഠിപ്പിക്കുന്ന 24ഓളം പാഠങ്ങൾ. ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.